പ്രിയപ്പെട്ടവരെ, ഒരുപാട് ഭാര്യമാരുടെ, ഉമ്മമാരുടെ, സ്ത്രീകളുടെ പരാതിയാണ് ഭർത്താവിന് അവിഹിത ബന്ധമുണ്ട്, മറ്റൊരു സ്ത്രീയുമായി ബന്ധത്തിലാണ് ഇപ്പോൾ, എനിക്ക് സ്നേഹം കിട്ടുന്നില്ല, അതുപോലെ പെരുമാറ്റത്തിൽ വലിയ പ്രശ്നമാണ്, ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ എപ്പോഴും വഴക്കാണ്, ആ പരസ്ത്രീയുമായുള്ള ബന്ധം വേർപ്പെടുത്തണം എങ്ങനെയെങ്കിലും, അതുപോലെ മക്കൾക്ക് പെൺകുട്ടികളുമായി പിന്നെ പ്രണയത്തിലാണ്, അത് ഒന്ന് മാറിക്കിട്ടണം, മക്കൾക്ക് മകന് മാറണമെന്നുണ്ട്, പക്ഷേ പെൺകുട്ടി സമ്മതിക്കുന്നില്ല. അതുപോലെ അവിഹിത ബന്ധത്തിൽ പെട്ട മക്കൾ ഭർത്താവിനെ രക്ഷപ്പെടുത്താനും അവരെ മനസ്സ് മാറാനുമുള്ള വലിയ ഫലമുള്ള 2 ആയത്തുകളാണ്. നിങ്ങൾ ചെയ്യേണ്ടത് പ്ലേറ്റ് വാങ്ങുക. സാധാരണ എഴുതാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാൺ എന്ന പേരിൽ അറിയപ്പെടുന്ന പ്ലേറ്റ് അങ്ങാടിയിൽ നിന്ന് വാങ്ങാൻ കിട്ടും. ഭക്ഷണം കഴിക്കുന്ന പ്ലേറ്റ് അല്ല ഉപയോഗിക്കേണ്ടത്. അത് വാങ്ങി കഴുകി തുടച്ച് വൃത്തിയാക്കി കുങ്കുമ മഷി, പനനീർ, കുങ്കുമം വാങ്ങി അതിനെ മഷിയാക്കിയിട്ടാണ് ഉപയോഗിക്കേണ്ടത്. സാധാരണ കടയിൽ വാങ്ങുന്ന അറബി മഷി എന്ന പേരിൽ അറിയപ്പെടുന്ന ആ മഷി വാങ്ങരുത്. കെമിക്കൽ ഉള്ളത് കൊണ്ട് ചില ആളുകൾക്ക് വയറ്റിലെത്തിയാൽ പ്രശ്നമുണ്ടാകും. അതുകൊണ്ടാണ് കുങ്കുമ പനനീർ മഷി കൊണ്ടാണ് എഴുതേണ്ടത്. ആ മഷി കൊണ്ട് എഴുതി ബുധൻ വെള്ളി ദിവസങ്ങളിൽ അസറിന് മുമ്പായിട്ടാണ് എഴുതേണ്ടത്. ഈ 2 ആയത്തുകൾ അതേപോലെ ഒറ്റൊറ്റ അക്ഷരം എഴുതാൻ പാടില്ല. ചില ഉസ്താദുമാർ ചിലപ്പോൾ ഒറ്റൊറ്റ അക്ഷരങ്ങളായി എഴുതാൻ പറയും. അങ്ങനെ എഴുതരുത്. എങ്ങനെയാണോ ആയത്തുള്ളത് അതേപോലെ ഉളോടുകൂടെ ഖിബലക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ പാടില്ല. വൃത്തിയോടുകൂടെ ഈ ആയത്തുകൾ, ആ പ്ലേറ്റിൽ 2 ആയത്തുകൾ കൂട്ടി ഇതേപോലെ ഖുറാനിലുള്ളതുപോലെ എഴുതുക. അതിൻ്റെ ശേഷം ആ പ്ലേറ്റിൽ ഈ 2 ആയത്ത് എഴുതിയതിന് ശേഷം വെള്ളം കൊണ്ട് മായ്ച്ച് ഒരു പാത്രത്തിലേക്ക് അതിനെ ഒഴിച്ച് കൂടുതൽ വെള്ളമെടുത്ത് അതിലേക്ക് ഈ 2 ആയത്തുകൾ 11 പ്രാവശ്യം മന്ത്രിക്കുക. മന്ത്രിച്ചതിൻ്റെ ശേഷം നിങ്ങൾ ആർക്കാണോ അവിഹിത ബന്ധമുള്ളത്, മക്കൾക്കോ ഭർത്താവിനോ ആണെങ്കിൽ ആ ഭർത്താവിനോ മക്കൾക്കോ അത് കുടിപ്പിക്കുക. 7 ആഴ്ചകൾ തുടർച്ചയായി ഇതുപോലെ അവർക്ക് കുടിക്കാൻ കൊടുക്കുക. ഭക്ഷണത്തിലോ കൊടുത്താൽ അവരുടെ അവിഹിത ബന്ധം, ഇതുപോലുള്ള ബന്ധങ്ങൾ വേർപെട്ട് പഴയതുപോലെ നല്ല സ്നേഹത്തിൽ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയും. യാതൊരുവിധ സംശയവും ഇല്ല. നിങ്ങൾ മന്ത്രിക്കേണ്ട ആയത്ത്, അതുപോലെ പ്ലേറ്റിൽ എഴുതേണ്ട ആയത്ത് ഞാൻ പറയുന്ന ആയത്തുകളാണ്. സൂറത്ത് യൂസുഫിലെ വറാവദത്തുഹുല്ലതി ഹുവ ഫീ ബൈതിഹാ അൻ നഫ്സി وغلقت الأبواب وقالت هيت لك قال معاذ الله إنه ربي أحسن مثواي إنه لا يفلح الظالمون ولقد همت به وهم بها لولا أن رأى برهان ربه كذلك لنصرف عنه السوء والفحشاء إنه من عبادنا المخلصين. ഞാൻ പറഞ്ഞതുപോലെ ചിട്ടയോടുകൂടെ നിങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക.